അപ്പോൾ എന്നും രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ ചെടികളുടെ ഇടയിൽ അടിക്കും കേട്ടോ. ചെടികളും പച്ചക്കറിയും രാവിലെ തന്നെ പോയി നോക്കും, വെള്ളം ഒഴിച്ച് കൊടുക്കലും അങ്ങനെ കുറച്ച് പരിപാടിയായിട്ട് അങ്ങനെ പോകും. കുറേ സമയം ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചിലവഴിക്കാറുണ്ട്. ഞാൻ ഡെയിലിയുള്ള പണിയാണിത്. പിന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങി കുറച്ച് ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നപ്പോഴേ കുറേ പൂക്കളുണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഒന്നും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. പൂവിൻ്റെ ഭംഗിയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നില്ല. പക്ഷേ എല്ലാവരും പറയുന്നേക്കാം വാങ്ങിക്കൊണ്ട് വന്ന ചെടികളുടെ പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് കാണുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നില്ല. അതുകൊണ്ട് അങ്ങനെ ക്ലിക്കണമെങ്കിൽ ക്ലിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിർത്തും. എന്നിട്ട് പൂ വാടി വരുമ്പോഴത്തേക്കും പിന്നെ കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനെ പൊട്ടി കിളിക്കലുണ്ട്. നമുക്കങ്ങനെ വാങ്ങിയത് അങ്ങനെ പോയി ചീത്തയായി പോയിട്ടുണ്ടായിട്ടില്ല ഇത് കേട്ടോ. കിളിച്ചിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചെടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് വളങ്ങളൊന്നും വാങ്ങിയിട്ട് കൊടുക്കാറില്ല. പിന്നെ കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ പച്ചക്കറികൾക്ക് കൊടുക്കാറുണ്ട്, പക്ഷേ നമ്മൾ ചെടികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. ചെടികൾക്ക് കൂടുതൽ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ ഈ മുട്ടയുടെ തോടും അതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ തന്നെ കൊടുക്കാറുള്ളത്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ചെടികൾക്ക് ആകെ ഒരു ക്ഷീണം പിടിച്ച രീതി ആയിട്ടുണ്ട് ഇപ്പം. വെള്ളം കൊടുത്താലും ചെടികൾക്ക് ഒരു ക്ഷീണം പോലാണ്. അപ്പോൾ ഇപ്പോൾ 2 നേരം പച്ചക്കറിക്കായാലും ചെടികൾക്കായാലും ഇപ്പോൾ 2 നേരവും വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഇതുങ്ങളെ ഈ ചെടികളിലെ പൂക്കളും കാര്യങ്ങളൊക്കെ രാവിലെ ഇങ്ങനെ കാണാനും നോക്കാനും ഒക്കെ എന്തോ ഒരു രസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ എന്താ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ വാങ്ങിയ ഡാലിയ ചെടിയുടെ 2-3 കൊമ്പും മുട്ടുമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. വാങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ പൂക്കളൊക്കെ പോയിട്ട് നമുക്ക് ആ കൊമ്പൊന്ന് മാറ്റി വെച്ച് കൊടുത്ത് നോക്കണം, കിളിക്കുമോ എന്ന് നോക്കാം. നമ്മളങ്ങനെ വെച്ച് കൊടുത്ത് കിളിച്ചിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ ചീത്തയായി പോയിട്ടില്ല. നമുക്കങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. നമുക്കിവിടെ ഈ 2 കളർ ഡാലിയയിൽ മാത്രമേ പൂവുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഈ പർപ്പിളും ഒരു ഓറഞ്ചും. പിന്നെ ഒരെണ്ണോടും ഉണ്ട്, പക്ഷേ അതിനകത്ത് പൂവായിട്ടില്ല, കിളിച്ച് വരുന്നതാണ്. നമ്മൾ വിത്തിട്ടിട്ട് ഇത് കിഴങ്ങിട്ടിട്ട് മുളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ മുളച്ച് വന്നിട്ടുണ്ട്, പൂവാറായില്ല. എന്ത് പൂവാന്ന് അറിയത്തതുമില്ല. നമ്മളങ്ങനെ ഒരു എക്സ്പോയ്ക്ക് പോയപ്പോഴേ നമുക്കവിടെ നിന്ന് അല്ലാണ്ട് വാങ്ങിയതാണ്. അവർക്ക് ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങി വെച്ചതാണ്. നോക്കാം, പൂ വരുമ്പോൾ നോക്കാം. പിന്നെ ഞാൻ ഈ വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് പുഴു കയറുന്നതുകൊണ്ട് കുറച്ച് വലുതാകുമ്പോഴത്തേക്കിനും കട്ട് ചെയ്ത് മാറ്റാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര കായൊന്നും നമുക്ക് ഇതിനകത്തൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഗ്രോ ബാഗ് വെച്ചുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നുണ്ട്. അതിന് വളർച്ചയുണ്ട്, പക്ഷേ കായൊന്നുമില്ല. പിന്നെ പൂ വരുന്നുണ്ട്, പൂവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല. പക്ഷേ നമുക്ക് പയർ അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പയറിൽ നിന്ന് അത്യാവശ്യം നല്ലോണം പയർ കിട്ടിയിട്ടുണ്ട്. ചെടികളെ നോക്കി നോക്കി നടന്നു കഴിഞ്ഞാൽ അങ്ങനെ സമയം പോകും. പിന്നെ നമ്മുടെ ചെടി പൂക്കളുടെ ഇടയിൽ നമുക്കൊരു കുരുവിയാണ് കൂട് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് അപ്പുറത്തെ സൈഡിലാണ്. ഞാൻ അങ്ങോട്ട് ഒരു തവണയൊന്നും നോക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ തന്നെ ശല്യപ്പെടുത്താനായിട്ട് പോയിട്ടില്ല. കാരണം ഇത് നമ്മൾ കൂടുതലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. കാണുന്നുണ്ട്, കൂട് വെക്കുന്നത് നമുക്ക് കാണാം, നല്ല രസമാണ്. കുഞ്ഞു കുരുവികളാണ്. അപ്പോൾ കൂടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എല്ലാ കൊല്ലവും അതിനകത്ത് തന്നെ കൂട് കൂട്ടലുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും ഇങ്ങനെ കൂട് കൂട്ടലുണ്ട്. ഒന്നെങ്കിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് നമുക്ക് കിട്ടാറുമുണ്ട്. ചിലത് കിട്ടാറില്ല കേട്ടോ, ചിലത് കാക്ക കുത്തിക്കൊണ്ട് പോകലുണ്ട്. പിന്നെ ഇപ്രാവശ്യം കുറച്ച് താഴെയാണ് കൂട് കൂട്ടിയിരിക്കുന്നത്, കുറച്ച് താഴെയാണ്. അപ്പം കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ് കൂട് കിട്ടുന്നത് അവർ. അപ്പം നോക്കാം. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകാത്തൊരു സംഭവമാണ് കറിവേപ്പുണ്ട്. ചെറിയ തൈകളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുക കാണാം. പക്ഷെ ഒന്നുപോലും വലുതായിട്ട് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തെയ്യത്തിന് പോയപ്പോൾ നമ്മളവിടുത്തെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ കറിവേപ്പ് അവിടെ നിൽക്കുന്നു കുറേ. അപ്പോൾ അവിടെ നിന്ന് 2-3 തൈ വാങ്ങിക്കൊണ്ടാണ് നമുക്കിവിടെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ ഏതായാലും രാവിലെ അതെല്ലാം വെച്ചു. പിന്നെ നമ്മുടെ കോവൽ വള്ളിയിൽ കുറച്ച് കോവയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കോവയ്ക്കായും കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഒരെണ്ണത്തിനകത്ത്.
പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ റബ്ബറിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു 3 തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വള്ളിയായി വരുന്നതേ ഉള്ളൂ, കാ പിടിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഏകദേശം കുറച്ച് കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 2-3 പറിക്കാറായ ടൈപ്പായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അന്നേരമാണ് നമ്മൾ ഡെയിലി വരാറുള്ള ഒരാളിങ്ങനെ വരുന്നു. അപ്പോൾ എന്നും വരും കേട്ടോ. വന്നിട്ട് ചില ദിവസം ഇങ്ങനെ വരും. അപ്പം ചോറോ എല്ലാം എന്തെങ്കിലും നമ്മളിവിടെ വെച്ച് കൊടുക്കാറുണ്ട് ഇവർക്ക്. അപ്പോൾ അങ്ങനെ വന്ന് കഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിന്നപ്പോഴത്തേക്കിനും ആളിങ്ങനെ വന്നു പയ്യനെ. വന്നൊന്ന് നോക്കി, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതായിരിക്കാം. വന്ന് നോക്കിയിട്ട് അങ്ങനെ ആ വഴിക്കങ്ങ് പോകാനായിട്ട് പോയി. പക്ഷേ നമ്മൾ കണ്ടിട്ട് അത്ര പേടിയായിട്ട് നിൽക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് ഒരു ഇണങ്ങിയ രീതിയിലുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുന്നത്. ഇതും വേറൊരാളും കൂടി ഉണ്ട്. അവർ രണ്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുന്നത്. വേണ്ട, വന്ന് നോക്കിയിട്ട് ഇതൊന്നും വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. വന്ന് നോക്കിയിട്ട് അങ്ങനെ പയ്യനെ പോയി ആൾ. അപ്പോൾ ഈ ഒരു മയിലിന് മാത്രമേ ഉള്ളൂ ഇത്ര വാലുള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരുപാട് മയിൽ കൂട്ടത്തോടെ വരലുണ്ട്, പക്ഷേ അതിനൊന്നും അത്ര വാലായിട്ടില്ല, ചെറുതാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരാൾക്കാണ് ഇത്രയും വാല് വന്ന് തുടങ്ങിയത്. എന്നും രാവിലെ കുറേ മയിലുകളും കുറേ പക്ഷികളും ഒക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. എന്നും നമ്മൾ പക്ഷികൾക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വെച്ച് കൊടുക്കലും വെള്ളം വെച്ച് കൊടുക്കലും ഒക്കെ ഉണ്ട്. അവരതുങ്ങൾ ഇവിടെ വന്നിട്ട് കുളിച്ചും കഴിക്കും, അങ്ങനെയും പോകും. നല്ല രസമാണ്.